നമസ്കാരം. കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അങ്ങനെ 5 ദിവസമായി നടന്ന കലാമാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും തൃശ്ശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഇനി 8 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സമഗ്ര കവറേജുമായി കേരള വിഷൻ ന്യൂസും ഒപ്പമുണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി ഇന്ന് സമാപിക്കും. 2 തവണ തുടർച്ചയായി MLA ആയവർക്ക് ഇളവ് നൽകണോ എന്നതിൽ അന്തിമ തീരുമാനമാകും. അതുപോലെ തന്നെ ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ പിന്തുണയ്ക്കാത്തതിന്റെ പേരിൽ 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് തീരുവ ചുമത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഫെബ്രുവരി 1 മുതൽ അധിക തീരുവ നിലവിൽ വരും. തുടങ്ങി നിരവധി വാർത്തകളുണ്ട്. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇന്ന് കൊടിയിറങ്ങും. ആധിപത്യം തുടർന്ന കണ്ണൂർ. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. മോഹൻലാൽ മുഖ്യാതിഥി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിലും മത്സരിക്കാനുള്ള മാനദണ്ഡങ്ങളിലും അന്തിമ തീരുമാനമുണ്ടാകും. കേന്ദ്ര സർക്കാരിനെതിരായ തുടർ പ്രതിഷേധ പരിപാടികളും ആലോചനയിൽ. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള US നീക്കത്തെ എതിർത്ത 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തി ട്രംപ്. ഫെബ്രുവരി 1 മുതൽ 10% അധിക ഇറക്കുമതി ചുങ്കം. എതിർത്താൽ തീരുവ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ജൂൺ 1 മുതൽ തീരുവ 25% വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടൻ. ഇന്ത്യ ന്യൂസിലാൻഡ് 3ാം ഏകദിനം ഇന്ന്. ജയിക്കുന്ന ടീമിന് പരമ്പര. മത്സരം ഉച്ചയ്ക്ക് 1:30 ഇൻഡോറിൽ.